എന്ത് പറയണേ, എന്ത് മഴ മഴ മഴ, ഭയങ്കര മഴ അല്ലേ. അപ്പം ഞാൻ സെക്കിനോട് പറഞ്ഞത് വെയിലാണ്, പടച്ചോൻ കുടുങ്ങിക്കുക സെക്കിയായിരുന്നു. അപ്പം എന്ത് വെച്ചു, അല്ല മഴയാണെങ്കിലും പടച്ചോന് തൊഴിലല്ല, വെയിലാണെങ്കിലും വെയിലാണെങ്കിലും പടച്ചോന് തൊഴിലല്ല, പടച്ചോന് തൊഴിലെ കിട്ടുന്ന നല്ല പരിപാടി ഉണ്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കിട്ടുന്നൊരു പരിപാടി ഉണ്ട്, കാറ്റാണ് കളിയാകാം. അപ്പൊ അതാണ് ഗൈസ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അവസ്ഥ? മഴ അല്ല, കേരളത്തിൽ മഴ ഉണ്ട്, ചിലയിടത്ത് ഇല്ല. ഉണ്ട് ചില ഉണ്ടോ? എല്ലായിടത്തും ഉണ്ടോ? യാ ഗായ്സ്, അപ്പൊ പറഞ്ഞതെന്താ വെച്ചാല് മഴ അതിഗംഭീരമായി പെയ്തോട്ടെ. കാരണം മഴ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. വെള്ളം അത് അതിന്റെ ബൈക്ക് അങ്ങനെ പോയിക്കോളും. നമ്മളെന്ത് ചെയ്യാ, മഴയെ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാ, പിന്നെ നമ്മളാ പൈസ കൊടുക്കണം. അപ്പൊ ഗൈസ് പറഞ്ഞതെന്താ വെച്ചാലേ പച്ചക്കടല ഇവിടെ വ്ളോഗിങ് ആണ്, ആകെ വ്ളോഗിങ് ആണ്. ഒറ്റ മനുഷ്യൻ ശരിക്കും പറഞ്ഞാലേ കുറെ നേരം ഞാൻ ശരിക്കും പറഞ്ഞാലേ പോയി ഇങ്ങനെ ഞങ്ങൾ നെല്ലായ. അപ്പം ഇങ്ങനെ ശരിക്കും ഒരു ആഗ്രഹം മസാല കടല കഴിക്കാം. ഞാൻ ഇങ്ങനെ 1 2 3 കഴിക്കും. ശരിക്കും എന്തൊക്കെയാ എന്നിട്ട് വേറെ തണുങ്ങൾ സുഖല്ലേ? ലുക്കിലേക്ക് ഭാവം ഇവിടെ വേറെ ശരിക്കും എനിക്ക് മാത്രമേ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങി, പിന്നെ വേറെ പോയി കമ്പനിയില് നമ്മളെ കാര്യം തുടങ്ങി. യൂട്യൂബിൽ തിരക്ക് പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓലാണ് ആക്റ്റീവ്. ഞാൻ ശരിക്കും വീടുകളിൽ ഇവിടില്ല. അതാണ് അവസ്ഥ. നിങ്ങളെ എന്താ വെച്ചാൽ എന്താ പറയാ, ലുക്കിലേക്ക് ഭാവം. അതായത് വ്ളോഗിങ്ങൊന്നും നടക്കണില്ല. അപ്പോൾ ഭയമായിരുന്നില്ല, ഭയങ്കര തിരക്കാണ്, പെരും തിരക്കാണ്. അതിൻ്റെ ഇടയിലാണ്. അതിൻ്റെ ഇടയിൽ മോലാളി വ്ളോഗിങ് കണ്ടാൽ പിന്നെ കച്ചവടമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ നമ്മൾ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അതിഗംഭീരമായ ഒരു ഇതിൽ കൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ എന്താ പറയുക, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ പോയി നെല്ലായെത്തി. അതിമനോഹരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നോക്കിങ്ങൾ പാടം നിറയെ വെള്ളം, പാടം നിറയെ വെള്ളമാണ് ഗൈസ്. എന്തിത്ത വെള്ളം ഇങ്ങോട്ട് നെല്ലായ ആകെ മൂടിയെന്ന് തോന്നുന്നു. മോനെ ഇങ്ങോട്ട് കുഞ്ചത്താലേ ഏതായാലും സംഭവം നല്ല രസമായിരിക്കണം. ആകെ വെള്ളം കയറിയിട്ട് പാടൊക്കെ ആകെ തൂഫാനായിക്കണം. അതിഗംഭീരമായ മഴയും പിന്നെ പുഴയും കിടന്ന് ഞങ്ങൾ പിന്നെ എല്ലായിലൂടെ നേരെ ശരിക്കും പറഞ്ഞാലേ നമ്മളെ ഡ്യൂട്ടി നല്ല ഉഷാറായിട്ട് നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വ്ളോഗ് ഞാൻ ചെയ്യലൊന്നുമില്ല. എന്താ വെച്ചാൽ ചില സമയത്ത് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഞാൻ എളുപ്പം പോകത്താണ്. ഹലോ ഗായ്സ് ശ്രദ്ധിക്കൂ, പിന്നെ നട തുടങ്ങും. അതാണ് എനിക്ക് ചോറയ്ക്കാതിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയാം എന്താ വെച്ചാലേ പിന്നെ എനിക്കൊന്നും പറയാൻ കിട്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു യൂട്യൂബില്. അപ്പോൾ ഒരു വ്ളോഗ് ഇട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പം എങ്ങനെ വിചാരിക്കുകയാണ് എന്തെങ്കിലും നിൽക്കുന്നില്ല പഠിച്ചോനെ വിജയൻതെത്താ പോയിട്ടാ. അപ്പോൾ പെട്ടെന്ന് വന്ന ഐഡിയ ആണ് മഴ ചെക്കി വ്ളോഗിയാണ്. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായി ഇഞ്ചപ്പോ 2-3 ദിവസം ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ ഇഞ്ചപ്പോ 2-3 ദിവസം പോന്നു. പിന്നെ ആളങ്ങോട്ട് മാറി ഐഫോൺ വാങ്ങലും ബ്ലോഗിങ് നിങ്ങളോട് പറയാം ആളാകലും മാറി. ഇപ്പൊ ഒരു റോട്ടിൽ കൂടെ ഒരു പൂച്ചക്കുട്ടി വേണ്ടി അതാ പോകുന്നു. ഒരു പൂച്ച, അതാ ആ പൂച്ചക്ക് 4 കാലുണ്ട്. അപ്പോൾ ഗൈസ് നല്ല മഴയാണ്. ഞങ്ങൾ നമ്മളെ പരിപാടികൾ സെറ്റാക്കട്ടെ. നമ്മൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ അത്യാവശ്യം സെയിൽ നമ്മൾ ഉഷാറായിട്ട് ഒരു ഉച്ച വരെ അത്യാവശ്യം കടകളൊക്കെ പിടിച്ചിട്ട് പിന്നെ സമയം കിട്ടുമ്പോഴാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ വീഡിയോ ഒക്കെ ചെയ്യല്ലേ. അപ്പോൾ ഒന്ന് കുറച്ച് ലേറ്റാണ് ഗൈസ്, ഏകദേശം 2:10 അങ്ങനെ. സുഹൃത്തുക്കളെ ഞങ്ങൾ എവിടെ എത്തി? പുലാമന്തോളം എത്തി. നമ്മളെ സെയിൽസ് എല്ലാം കഴിഞ്ഞ് സമയം എത്ര വെച്ചൊക്കെ 8 മണി അല്ലേ? 8 മണി അല്ലേ? നല്ല ഫുഡ് കേട്ടല്ല, നല്ല പൊറാട്ടയും ബീഫ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സെപ്പിക്കൊരു മോഹം, സെക്കിക്ക്
നല്ല എന്താ പറയാ അൽഫാം. തേങ്ങാച്ചോറ് അൽഫാമും. അപ്പൊ സെറ്റ് പിടിക്കുന്നു. ഞാൻ ഒരു പൊറോട്ട കഴിച്ചു. അപ്പൊ ഇന്നത്തെ പരിപാടികൾ നമ്മൾ അതിമനോഹരമായി, നല്ല മഴ ഉണ്ടായിരുന്നു, സെയിൽസ് ഒക്കെ നല്ല നമ്മൾ ഉഷാറായിട്ട് തീർത്ത് പരിപാടികളൊക്കെ ഉഷാറാക്കി ഗായ്സ്. എനിവേ ഈ നേരം വരെ എന്നെ വീക്ഷിച്ചവർക്കും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം. ഓക്കെ, ബൈ.